എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴത്തണ്ടും മുതിരയും വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ്. അരക്കപ്പിലും കുറച്ച് കൂടുതൽ മുതിര എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത മുതിരയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി കഴുകിയെടുക്കാം. മുതിരയിൽ കല്ലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരിച്ചെടുത്ത ശേഷം വേണം വേവിച്ചെടുക്കാൻ. 6 വിസിലിന് വേവിച്ചെടുക്കാം. റൗണ്ടായി മുറിച്ചെടുക്കാം. അധികം കനമില്ലാതെയാണ് മുറിക്കുന്നത്. ഈ നാരുകളെല്ലാം എടുത്ത് കളയാം. ഇനി ഒരുമിച്ച് വെച്ച് മുറിച്ചെടുക്കാം. വാഴത്തണ്ടിന് നല്ല കറയുണ്ട്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കണം. വാഴത്തണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ നാരെടുക്കാം. ഇതുപോലുള്ള ഒരു ഫോർക്കോ ഇല്ലെങ്കിൽ പപ്പടക്കമ്പയുടെ ബാക്ക് ഭാഗം എടുത്ത് നമുക്ക് ചുറ്റിച്ചെടുത്താൽ നാര് കിട്ടും. രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം. അപ്പോഴാണ് കംപ്ലീറ്റ് നാര് നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും മതി. വാഴത്തണ്ടിന് നല്ല കറയുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. മുതിര നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഴത്തണ്ടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. 2 വിസിലിന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 5 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. 2-3 കറിവേപ്പിലയും. നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. കറക്റ്റായി വെന്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും വറുത്തിടാം. ചെറിയുള്ളി ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്ക് ഇടാം. വളരെ ടേസ്റ്റിയായ വാഴത്തണ്ട് മുതിരക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.